ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LSS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ ജനറൽ നോളജിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിൻ്റെ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് EVS സെക്ഷനിലുള്ളത്. മൊത്തം 20 മാർക്കിനാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബേസ്ഡ് ഓൺ സബ്സ്റ്റൻസ്. സോൾട്ട് സോളിഡ്, മിൽക്ക് ലിക്വിഡ്, സ്മോക്ക് എന്തായിരിക്കും? അതായത് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്താണ്? സോളിഡാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലെന്താണ്? ലിക്വിഡാണ്. അതേപോലെ സ്മോക്ക് എന്തായിരിക്കും? എയർ ആയിരിക്കും അല്ലേ? സ്മോക്കിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്തെഴുതാം? എയർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. യു ക്യാൻ സീ ഫിൽഡ് ബലൂൺസ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്. വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് എയർ ഈസ് സീൻ ഹിയർ? ഇവിടെ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ കാണുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്? എയർ ഹാസ് നോ ഷേപ്പ് അല്ലേ? എയർ ഹാസ് നോ ഷേപ്പ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? When 2 air-filled balloons of same shape and size dropped from the top of the building, one popped. The unpopped balloon reached the ground first. Why? അപ്പോൾ എന്തുകൊണ്ടാണ് അൺപോപ്ഡ് ബലൂണ് ഗ്രൗണ്ടിൽ ഫസ്റ്റ് എത്തിയതെന്ന്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഡ്യൂ ടു ദ വെയ്റ്റ് ഓഫ് ദ എയർ. ഓക്കെ, ഡ്യൂ ടു ദ വെയ്റ്റ് ഓഫ് ദ എയർ. എന്തെഴുതാം? ഡ്യൂ ടു ദ വെയ്റ്റ് ഓഫ് ദ എയർ. എയറിന് ഭാരമുള്ളത് കൊണ്ട്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. സെൻറ്റഡ് എയർ ഫിൽഡ് ബലൂൺ ഈസ് പോപ്ഡ്. ഓൾ പീപ്പിൾ അറൗണ്ട് കുഡ് സ്മെൽ. വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് എയർ ഈസ് ഹിയർ? ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും ചുറ്റുപാടുള്ളവർക്കൊക്കെ നല്ലൊരു മണം അനുഭവപ്പെടുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്മ ഇസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ പ്ലാസ്മ. പ്ലാസ്മയ്ക്ക് ഒരു ഉദാഹരണം എഴുതാനാണ്. ഫയർ. നമുക്ക് എന്തെഴുതാം? ഫയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മു റീച്ച്ഡ് ഹോം വിത്ത് പ്ലാന്റ്സ് പുൾഡ് ഔട്ട് വിത്ത് റൂട്ട്സ്. റൈറ്റ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ പ്ലാന്റ് ബേസ്ഡ് ഓൺ യുവർ സ്റ്റഡി. ദ ഇന്നർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഈസ് ഹാർഡ്. ഇന്നർ പാർട്ട് ഹാർഡാണ്, വളരെ ഹാർഡാണ്. ദെൻ റൂട്ട് സിസ്റ്റം എന്തായിരിക്കും? ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്തായിരിക്കും ആ റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വെനേഷൻ എന്തായിരിക്കും? റെറ്റിക്കുലർ വെനേഷൻ. അപ്പം പുൾഡ് ഔട്ട് വിത്ത് റൂട്ട്സ്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. ഇന്നർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഹാർഡ്. അങ്ങനെയുള്ളത് എന്തായിരിക്കും? ടാപ്പ് റൂട്ട് സിസ്റ്റവും അതേപോലെ വെനേഷൻ റെറ്റിക്കുലർ വെനേഷനും ആയിരിക്കും. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റൂട്ട് സിസ്റ്റം ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുൾ ഔട്ട്? ഏതായിരിക്കും ഡിഫിക്കൽട്ട് ടു പുൾ ഔട്ട്? ഏത് റൂട്ട് സിസ്റ്റമാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി അത് വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു റൂട്ട്? റൂട്ടായി മാറുന്ന ഏത് ഭാഗമാണ്? റാഡിക്കൽ. ഏതാണ്? റാഡിക്കൽ. വാട്ട് ഡു യു കോൾ ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്? പ്ലാന്റ്സുകൾ ഭക്ഷണം ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് എന്താ പറയുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോസിന്തസിസ്. എന്താണ്? ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബോയ്സ് ഒപ്പന? ബോയ്സ്, ആൺകുട്ടികളുടെ ഒപ്പനയ്ക്ക് എന്താ പറയുക? വട്ടപ്പാട്ട്. വട്ടപ്പാട്ട്. ഇനി അടുത്തത് വിച്ച് ബേർഡ് സാങ്ച്വറി ഈസ് നോൺ ആസ് ദ പാരഡൈസ് ഓഫ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്? പാരഡൈസ് ഓഫ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എന്ന വിശേഷണമുള്ള ബേർഡ് സാങ്ച്വറി ഏതാണ്? കടലുണ്ടി ബേർഡ് സാങ്ച്വറി. എന്താണ് അറിയപ്പെടുന്നത്? പാരഡൈസ് ഓഫ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. വെയിൽ, സാലമാൻഡർ, ഫ്രോഗ്, കിലിയൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വൺ? വെയിലാണ് കേട്ടോ. ഏതാണ് ഓഡ് വൺ? വെയിലാണ്. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. റീസൺ ഫോർ ഡേ ആൻഡ് നൈറ്റ്. ഡേയും നൈറ്റും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റൊട്ടേഷൻ, എക്ലിപ്സ്, റെവല്യൂഷൻ, സാറ്റലൈറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? റൊട്ടേഷനാണ്. ഫസ്റ്റ് ഓപ്ഷനാണ് ശരി. റൊട്ടേഷൻ മൂലമാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. ദ അപ്പർ സൈഡ് ഓഫ് എ മാപ്പ് ഈസ് ഓൾവേസ് ഡാഷ് ഡയറക്ഷൻ. ദ അപ്പർ സൈഡ് ഓഫ് എ മാപ്പ് ഈസ് ഓൾവേസ് ഡാഷ് ഡയറക്ഷൻ. അപ്പർ സൈഡ് ഓഫ് എ മാപ്പ് ഏത് ഡയറക്ഷനായിരിക്കുന്നു? നോർത്ത്.
എന്താണ് നോർത്ത്. ഇനി അടുത്ത യക്ഷഗാനം ഇസ് ദ ഡാൻസ് ഫോം ഓഫ് ഡാഷ് സ്റ്റേറ്റ്. യക്ഷഗാനം ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഫോമാണ്? കർണാടക. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇൻകറക്റ്റ്. തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ബേർഡ്സ് വർ യൂസ്ഡ് ടു എക്സ്ചേഞ്ച് മെസ്സേജ്. ഓക്കെ, അത് പണ്ട് കാലങ്ങളിൽ ബേർഡ്സിനെ മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ ബേർഡ്സിനെ ഉപയോഗിച്ചിരുന്നു. മാർക്കോണി ഇൻവെൻറ്റഡ് റേഡിയോ, അതും ശരിയാണ്. വി ക്യാൻ പ്രിവെൻറ്റ് നാച്ചുറൽ ഡിസീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്സ്. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വി ക്യാൻ അവെയർ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. നമുക്കറിയാം, മുൻകൂട്ടി അറിയാം. പക്ഷെ ഒരിക്കലും ഈ സാറ്റലൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു ഡിസാസ്റ്ററിനെ തടുക്കാനോ അതിൻ്റെ കോൺസിക്വൻസ് ഇല്ലാതാക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം വരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇമെയിൽ ഈസ് യൂസ്ഡ് ടു എക്സ്ചേഞ്ച് മെസ്സേജ് സ്പീഡ്, അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇനി 10ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇൻസിഡൻറ്റ് ഇൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് റൗലറ്റ് ആക്ട്? റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് എന്താണ്? ജാലിയൻ വാലാബാഗാണ്. ജാലിയൻ വാലാബാഗ് റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇനി 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കാനായി കുഞ്ഞിരാമൻ ഈസ് എ പേഴ്സൺ റിലേറ്റഡ് വിത്ത് ഡാഷ് ആർട്ട് ഫോം. കാനായി കുഞ്ഞിരാമൻ എന്ന ഒരു പ്രശസ്ത വ്യക്തിയാണ്. അദ്ദേഹം ഏത് ആർട്ട് ഫോമും ആയിട്ടാണ് ബന്ധപ്പെട്ടതെന്നാണ് ചോദിക്കുക. സ്കൾപ്ചർ, ശില്പകല. ഓക്കെ, സ്കൾപ്ചർ. ഇനി അടുത്ത 12. വാട്ട് ആർ ദ ഡോൺസ് ടു എ ഡോഗ് ബിറ്റൻ പേഴ്സൺ? ഒരു ഏതാണ്? വാഷ് ദ ബിറ്റൻ പാർട്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ടൈ വിത്ത് ക്ലീൻ ക്ലോത്ത്സ്, ടേക്ക് ടു ദ ഹോസ്പിറ്റൽ, പ്രസ് ദ ബ്ലഡ് ഔട്ട് ഫ്രം ദ ബിറ്റർ പാർട്ട്. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, EVS. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. LSSുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്